ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് റാസൽ ഖൈമിലെ ഒരു പാർക്കിലോട്ട് പോകാം. ഇതിവിടുത്തെ വളരെ ഫേമസായ ഒരു പാർക്കാണ് കേട്ടോ. ഇതിൻ്റെ പേര് സാക്കർ പാർക്ക് എന്നാണ്. ആക്ച്വലി ഇവിടെ റാസൽ ഖൈമിലുള്ള ഏകദേശം എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന പാർക്കാണ്. എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യുന്ന പാർക്കാണ്. അത് കണ്ടോ, ചുറ്റും നോക്കുമ്പോൾ തന്നെ അറിയാം ഗ്രീനറി ഉണ്ടോ, ഗ്രീനറി, ഫ്ലവേഴ്സ്, വളരെ വളരെ ഭംഗിയുള്ള, നമുക്ക് ഫാമിലിയായിട്ട്, ഫ്രണ്ട്സായിട്ട്, കുട്ടികളായിട്ടൊക്കെ വന്നിട്ട് ചില്ല് ചെയ്യാൻ പറ്റിയ വളരെ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. കുട്ടികൾക്ക് ആക്ച്വലി ഇവിടെ വരുന്നത് തന്നെ വളരെ ഇഷ്ടമാണ്. നമ്മൾ അങ്ങനെയൊന്നും വരാറില്ല കേട്ടോ. നമ്മൾ താമസിക്കുന്നത് വളരെ ഇതിനേക്കാളും കുറച്ച് അകലെയാണ്. അപ്പോൾ കുട്ടികൾ നിർബന്ധിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ വന്നിട്ടേ ഉള്ളൂ. മാക്സിമം ഒരു 4 to 5 ടൈംസ് അത്രയേ വന്നിട്ടുള്ളൂ നമ്മളിവിടെ. ഇത് വളരെ സ്ഥലം കാണുമ്പോൾ തന്നെ അറിയാം, ഒത്തിരി ഉണ്ട്. ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു പ്രദേശമാണ്. നമുക്കിവിടെ വന്നാൽ ഒത്തിരി റൈഡ്സ് ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഫ്രീ ആയിട്ടുള്ളതുണ്ട്. ഇവിടെ സ്ലൈഡ്സും സ്വിങ്സൊക്കെ ഉണ്ട്, നമുക്ക് ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റിയ. പക്ഷേ ഇതിനൊക്കെ നമ്മൾ പേ ചെയ്തിട്ട് വേണം കളിക്കാൻ പറ്റുകയുള്ളൂ. ഇതൊരു ചെറിയ ട്രെയിനുണ്ട്, അതുപോലെ തന്നെ ഒത്തിരി റൈഡ്സൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ വളരെ കുറച്ച് റൈഡ്സിൽ മാത്രമേ കുട്ടികളെ കയറ്റിയുള്ളൂ. വേറെ ഒന്നും കൊണ്ടിട്ടല്ല, എനിക്ക് ഒന്നാമത് പേടിയാണ്. പിന്നെ അവർ ഹൈറ്റൊക്കെ നോക്കിയിട്ട് ചിലതിലൊക്കെ കുട്ടികൾക്ക് കയറാം, നമുക്കും വലിയവർക്കും ഒക്കെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ റൈഡ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ വളരെ കുറച്ച് നമ്മൾ കയറിയിട്ടുള്ളൂ. പിന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് നമുക്ക് പറ്റിയതാണ്. ഞങ്ങൾ വന്ന ടൈം വളരെ നല്ല ടൈമാണ്, അതായത് വിൻ്ററിൻ്റെ ലാസ്റ്റാണ്. ഇവിടുത്തെ വിൻ്ററിൻ്റെ ലാസ്റ്റാണ്. അപ്പോൾ തണുപ്പുണ്ട്, അതുപോലെ വെയിലുമുണ്ട്. ആ സമയത്താണ് എല്ലാവരും അങ്ങനെയാണ്, വിൻ്റർ ടൈമിലാണല്ലോ പുറത്തിറങ്ങുക കളിക്കാനും ഒക്കെ. അപ്പോൾ നമ്മളും ആ ഒരു ടൈമിലാണ് ഇങ്ങോട്ട് വന്നത്. ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് വന്നതല്ല, ആക്ച്വലി വേറെ അടുത്ത് പോയ വഴിക്ക് ജസ്റ്റ് പിള്ളേർ പറഞ്ഞതിൻ്റെ പേര് കയറിയതാണ്. അപ്പോൾ കുറേ പറ്റാവുന്ന രീതിയിലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കയറി, റൈഡ്സിലൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ മറ്റൊരു ഇതെന്ന് പറയുന്നത്, പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് നമ്മുടെ നാട്ടിലെ പോലത്തെ ഉള്ള ബേഡ്സിൻ്റെ സൗണ്ടൊക്കെ കേട്ട് നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ച്, ഈ സമയം എന്ന് പറയുന്നത് അങ്ങനെയാണ്, വിൻ്റർ ടൈം ആയതുകൊണ്ട്. ഈവനിങ് ടൈമും കൂടെയാണ്, കണ്ടോ, സൂര്യൻ്റെ നല്ല നല്ല ചിരി പടർത്തുന്ന നല്ല പ്രകാശമുള്ള സമയം. ആ ഈവനിങ് ടൈമാണ് ഞങ്ങൾ വന്നത്, നല്ല തെളിച്ചമുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ, ഫാമിലിയായിട്ടും എല്ലാവരുമായിട്ടും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. റൈഡ്സ് കുറേ ഉണ്ട്. ജൈൻ വീലൊക്കെ കണ്ടല്ലോ, അതുണ്ട്. മിനി ട്രെയിനുണ്ട്, ബമ്പർ കാർസൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഫുള്ളായിട്ട് ഞാൻ ഇതിനകത്ത് ഒന്നും ആഡ് ചെയ്തിട്ടുമില്ല. വളരെ കുറച്ച് പാട്ട് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതൊരു ലാമി UKG പഠിച്ചപ്പോൾ നമ്മൾ പോയ സമയത്തെ വീഡിയോ ആണ്. ഇപ്പോൾ മോള് 2nd സ്റ്റാൻഡേർഡ് പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ 2019 നമ്മൾ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തെങ്കിലും 20 മുതലാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അതും ആക്റ്റീവായിട്ടല്ല, വല്ലപ്പോഴും തോന്നുമ്പോൾ മാത്രമേ ഇടൂ. അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഡെഡായിട്ട് കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഇവർക്ക് ഇവിടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാം, മോൾക്കും ഭയങ്കര ആഗ്രഹം. അങ്ങനെയാണ് ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയത്. അപ്പോൾ കുറേ വീഡിയോസ് ഉണ്ട് മുൻപത്തെ. അപ്പോൾ ഓരോന്നായിട്ട് പറ്റാവുന്ന ലെവലിൽ എഡിറ്റ് ചെയ്തിടുകയാണ്. ആക്ച്വലി ഇവിടെ കണ്ടോ, ഈ സ്ലൈഡിൽ ലാമി കൈയൊന്നും പിടിക്കാതെയാണ് വരുന്നത്. അപ്പം ഞാൻ ലാമിനെ വഴക്ക് പറയുകയാണ്, എന്താ അങ്ങനെ വന്നത്. അത് മാത്രമല്ല, മോനെൻ്റെ കയ്യിലിരിപ്പുണ്ട്, മോൻ ചെറുതാണ്. അപ്പോൾ വീഡിയോ ഞാനിത് ഷോർട്സിൻ്റെ പോലത്തെ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ആക്ച്വലി എനിക്കത് പറ്റിയില്ല വീഡിയോ നന്നായിട്ട് എടുക്കാൻ. പിന്നെ നമ്മളിതൊക്കെ ഒരു മെമ്മറീസ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഫോൺ നോക്കിയപ്പോൾ ബാക്കിൽ കുറേ വീഡിയോസ് കിടക്കുന്നുവെങ്കിൽ പിന്നെ നമുക്ക് പറ്റുന്ന പോലെ എഡിറ്റിങ്ങൊന്നും നല്ല രീതിയിലല്ല. അപ്പോൾ എഡിറ്റ് ചെയ്തിടാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം, എന്നാൽ മാത്രമേ നമുക്ക് പുതിയ വീഡിയോസൊക്കെ നമുക്ക് ഒന്ന് നേരെയാക്കാൻ പറ്റും. മീൻസ് ഒന്ന് നന്നായിട്ട് ഇടാനുള്ള ഒരു മനസ്സുണ്ടാവും. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ്സ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ, വീഡിയോനെ പറ്റിയുള്ള എന്തെങ്കിലും സജഷനായി പറയാനുണ്ടെങ്കിൽ അതും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ
ചാനൽ കുറേ മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോഴും നമുക്ക് പുതിയതായിട്ടാണ്, കാരണം നമ്മൾ ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. അതിനകത്ത് ഓരോ കാര്യങ്ങൾ ചെയ്ത് പോസ്റ്റ് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. ആക്ച്വലി ഇത് അന്ന് രാമയ്യ എന്ന് പറഞ്ഞ സോങ്ങാണ്, അന്ന് മോൾ അവിടെ ഇച്ചിരി ചെയ്തതാണ്. അപ്പോൾ അത് ഞാനൊന്ന് ആ ടൈമിൽ ഇത് ഭയങ്കര ട്രെൻഡിങ് സോങ് ആയിരുന്നു. അപ്പോൾ മോൾ അന്ന് അവിടെ ചെന്നപ്പോൾ അവിടെ വെച്ചിട്ട് എടുത്തതാണ്. പക്ഷേ ഞാനിത് എവിടെയും ഈ മോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സെയിം സോങ് വേറെ ലുലു മാളിൽ നിന്ന് കളിച്ചതിൻ്റെ ഒരെണ്ണം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ വീഡിയോസൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നത് അന്ന് ചെയ്തു, ഫോണിൽ കിടക്കുന്നു എന്നല്ലാതെ ഇത് എഡിറ്റിങ്ങിനോ ഒന്നും നമ്മൾ പോയിട്ടില്ല. ഇപ്പോൾ തീർന്നു. നമ്മളിനിയിപ്പോൾ അവിടെ നിന്ന് പോവുകയാണ്. ഇപ്പോൾ കുട്ടികൾ വളരെ ടയേർഡായി, അവർ കളിച്ചു, കുറച്ചധികം കളിച്ചു. അപ്പോൾ എല്ലാ വീഡിയോസും ഇതിനകത്തില്ല. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വീട്ടിലോട്ട് പോകുന്നതിൻ്റെയാണത്. കണ്ടോ, അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അവിടെ എന്തുമാത്രം സ്ഥലമുണ്ടെന്ന്. ഉള്ളിൽ പാർക്കിംഗ് ഉണ്ട്, പുറത്തും പാർക്കിംഗ് ഉണ്ട്. പക്ഷേ ഉള്ളിലെ പാർക്കിങ്ങിന് എനിക്ക് തോന്നുന്നു പെർ കാറാണെങ്കിൽ 20 dirhams എന്ന എൻ്റെ ഒരു ഓർമ്മ. പുറത്താണെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് പാർക്ക് ചെയ്യാം. അപ്പോൾ ഒത്തിരി സ്ഥലമുണ്ട് പാർക്ക് ചെയ്യാൻ. ഉള്ളിലാണെങ്കിലും സ്ഥലമുണ്ട്, പുറത്താണെങ്കിലും സ്ഥലമുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയായിട്ട് നമുക്ക് കാണാം. പറ്റാവുന്നതുപോലെ ഒക്കെ ഞാൻ ഒന്ന് വോയിസ് ഓവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതൊക്കെ സൗണ്ട് അടഞ്ഞിരിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും വീഡിയോയിൽ, അതുപോലെ എഡിറ്റിങ്ങിലൊക്കെ പ്രശ്നമുണ്ടാകാം. അപ്പോൾ എല്ലാം ക്ഷമിക്കുക, സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാൻ ശ്രമിക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.